എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? വീക്കെൻഡൊക്കെ നല്ലതായിട്ട് പോയോ? ഞാൻ കുറേ പേരുടെ മെസ്സേജസ് വായിച്ചിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീയൂണിയൻ കിട്ടിയവർ ദയവായിട്ട് കമൻറ്റ് ചെയ്യണം. ഒരുപാട് പേരുടെ കമൻസ് വന്നിരുന്നു. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു കുറേ പേര്. റീയൂണിയൻ പോസിബിളായി കണ്ട് സംസാരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ് വളരെ സന്തോഷം കേട്ടോ. മാനിഫെസ്റ്റേഷൻസ് തീർച്ചയായും ഫലിക്കും. അത് തുടർന്നും ചെയ്യുക. ഓക്കെ. അതേപോലെ ഞാൻ ഈ ഓരോ പോർട്ടലും ഇപ്പോൾ പറയാത്തത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഓരോരോ പോർട്ടലും ഞാൻ പറയാത്തത്. ഓക്കെ. റിപ്പീറ്റഡ് നമ്പേഴ്സ് വരുന്നതെല്ലാം പോർട്ടൽസ് ആണ്. അതിലെല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ബേലീഫ് മാനിഫെസ്റ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ പേപ്പർ മാനിഫെസ്റ്റേഷൻ ചെയ്യാം. എന്തെങ്കിലും രീതിയിൽ ഡിവൈൻ്റെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. ഓക്കെ. എന്ത് തന്നെ ആയാലും മാനിഫെസ്റ്റേഷൻസ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. വെരി പവർഫുൾ ആണ് മാനിഫെസ്റ്റേഷൻസ്. തീർച്ചയായും നിങ്ങൾക്ക് ഫലിക്കും. ഓക്കെ. അതേപോലെ വേറെന്താണ്, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ചെയ്തു തരാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ. ഇന്നത്തെ ടോപ്പിക്ക്, ഇന്ന് നമുക്ക് തോട്ട്സ് തന്നെ നോക്കാം. തോട്ട്സ് നോക്കിയിട്ട് കുറച്ച് നാളായല്ലേ. നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് നിങ്ങൾക്കായിട്ട്, നിങ്ങളുടെ തോട്ട്സ് അവർക്കായിട്ട്, അങ്ങനെ നോക്കാം. രണ്ടും നോക്കാം. ക്വിക്കായിട്ട് നോക്കി പോകാം കേട്ടോ. ഓക്കെ. അപ്പോൾ തുടങ്ങട്ടെ. ഓർക്കുക, അതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്ന അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ പോവാം റീഡിങ്ങിലേക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് എന്താണ് അവർക്കായിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് എന്താണ് അവർക്കായിട്ട്. എൻ്റെ വ്യൂവേഴ്സ് ഒരാളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഈ സമയത്തുള്ള ചിന്തകൾ എന്താണ് അവർക്കായിട്ട്. എൻ്റെ വ്യൂവേഴ്സ് ഇത് കാണുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്ന വ്യക്തി, അവരുടെ കറണ്ട് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരിക. അവരുടെ മുഖം ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഷഫ്ലിംഗ് സമയത്ത് ഫോർവേഡ് ചെയ്ത് പോകരുത് കേട്ടോ. ആ സമയത്താണ് എനർജി കണക്ഷൻ നടക്കുന്നത്. എടുക്കുകയാണേ. സ്ട്രെങ്ത്. ഓക്കെ. മൂൺ. കിങ് ഓഫ് വാൻഡ്സ്. ശരി. ലവേഴ്സ്. ഗ്രേറ്റ്. 6 of cups. 4 of pentacles. Magician. 2 of wands. Ace of pentacles. Okay. 5 of cups. മിസ്സിങ് എനർജി വല്ലാതെ കാണുന്നുണ്ടല്ലോ. 2 കാർഡ് വന്നു. രണ്ടും എടുക്കാം. 3 of pentacles ആൻഡ് കിങ് ഓഫ് കപ്സ്. രണ്ടും എടുക്കാം. 3 കാർഡ് കൂടെ എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് ആണ് കേട്ടോ നിങ്ങളെ പറ്റിയിട്ട്. The Fool. 3 of Wands. Queen of Swords. 9 of Pentacles. Bottom of the deck. കേട്ടോ. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സിലൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ടും നിങ്ങളിത് കാണുന്ന സമയത്ത് കേട്ടോ. പുതിയതായിട്ട് ചിലപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കാം. ചിലപ്പോൾ സ്വയം ഗ്രൂമിന് ഒരു ഡ്രസ്സ് വാങ്ങിക്കാനോ, അതേപോലെ ഒരു ഹെയർ കട്ട് ചെയ്യാനോ, ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിക്കാനോ അങ്ങനെയൊക്കെ പൈസ സ്പെൻഡ് ചെയ്തിരിക്കാം കേട്ടോ. ഒരു സ്വയം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം. സ്ട്രെങ്ത് വെച്ച്, സ്ട്രെങ്ത് എന്തുകൊണ്ടാണ് അവിടെ വന്നത്? ക്ലാരിഫൈ സ്ട്രെങ്ത്. ക്ലാരിഫൈ സ്ട്രെങ്ത്. വൈ സ്ട്രെങ്ത് ഹിയർ? നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ. നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരെന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ കണ്ടിരിക്കാം, സംസാരിച്ചിരിക്കാം. നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരെന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അവർ മനസ്താപപ്പെടുന്നതായിട്ട് കാണുന്നു കേട്ടോ.
അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, എൻ്റെ പേഴ്സണ് വിഷമമായി എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വിഷമമുള്ള രീതിയിൽ അവരെന്തെങ്കിലും പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് ഒരു സോറി പറയണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. മൂൺ വെച്ചിട്ട് മിസ്സിങ് എനർജി വളരെ തീവ്രമായിട്ട് കാണുന്നു. ഭയങ്കര മിസ്സിങ് എനർജി കാണുന്നുണ്ട്. കിങ് ഓഫ് വാൺസ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ റെസ്പെക്റ്റോടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ കാണാൻ വളരെ നല്ല ഒരാളായിരിക്കണം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. വളരെ നന്നായി സംസാരിക്കുന്ന, വളരെ സ്വീറ്റായിട്ട് സംസാരിക്കുന്ന, അതേപോലെ നന്നായി പെരുമാറുന്ന, ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം നിങ്ങളുടെ. ഓക്കെ. മെയിനായിട്ട് നിങ്ങളുടെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് വളരെയധികം റെസ്പെക്റ്റും ബഹുമാനവും അതോടൊപ്പം തന്നെ ഒരുപാട് സ്നേഹവും അട്രാക്ഷനും എല്ലാം തന്നെ തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്നേഹത്തോടെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ തന്നെ അവർക്ക് ചിന്തകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ഓർക്കുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് എല്ലാം അവർ വീണ്ടും വീണ്ടും ഓർക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. 4 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. ആ ഫീലിങ്സ് മുഴുവനായിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത പോലെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ആണ്. ഒരുപാട് സ്നേഹമാണ്, റെസ്പെക്റ്റ് ആണ്, എല്ലാമാണ്. പക്ഷെ ആ ഫീലിങ്സ് എല്ലാം തന്നെ മനസ്സിലിങ്ങനെ അടക്കി പിടിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ നിങ്ങളെ പ്രതി ഹൈലി പൊസസീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. പ്രൊട്ടക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ചേർത്ത് പിടിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണം, എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ ഉള്ളിൽ അടക്കി പിടിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. മജീഷ്യൻ വെച്ചിട്ട് ഈ അടക്കി പിടിക്കുന്നത് കാരണം തോട്ട്സ് ഒരുപാട് വരുന്നുണ്ട് ഇവർക്ക്. ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. അതൊന്ന് തുറന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ്. പക്ഷെ ഇവർക്ക് അതിന് സാധിക്കുന്നില്ല. എന്തെങ്കിലും സിറ്റുവേഷൻ കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും പൂർണ്ണമായിട്ടും നിങ്ങളുടെ അടുത്ത് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഈ തുടർച്ചയായിട്ട് ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവും. അങ്ങനെ ഒരു 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 സിറ്റുവേഷനിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ ലോങ് ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവർ ഓപ്പൺ അപ്പ് ചെയ്യാത്തത് എന്നുള്ളത് അല്ലേ. ലോങ് ഡിസ്റ്റൻസും ആണ്, അതോടൊപ്പം തന്നെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ. അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തകളിലേക്ക് പെട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഏസ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് അവരുടെ ഫൈനാൻസസിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയോ അങ്ങനെ എന്തൊക്കെയോ ഫൈനാൻസസിനെ കുറിച്ചും അവരുടെ ജോബിനെ കുറിച്ചും കരിയറിനെ കുറിച്ചും കൂടി അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിത് കാണുന്ന സമയത്ത് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സാഹചര്യം കാരണം ഈ 3 കാർഡ്സ് നോക്കി മേലേന്ന് താഴോട്ടുള്ള 3 കാർഡ്സ് മിസ്സിങ് എനർജി, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുക, അതുകൊണ്ട് സ്ട്രെസ് അനുഭവിക്കുക. കാരണം എന്താണ്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. വല്ലാത്ത ഒരു മിസ്സിങ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊസസീവ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ഓഫ് പെൻഡക്കിൾസ് തീർച്ചയായിട്ടും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ അവരുടെ സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കുന്നതുമാവാം. ഈ സംസാരിക്കുന്ന സമയത്തും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് കേട്ടോ. നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരു പക്ഷേ അവരവരുടെ സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കാം. പക്ഷെ അതേസമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. കിങ് ഓഫ് കപ്സിന്റെ എനർജി എന്താണ്? സ്നേഹം മനസ്സിൽ വെച്ചിട്ട് അനങ്ങാതിരിക്കുക എന്നുള്ളൊരു പ്രോബ്ലം അല്ലേ. അതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തുറന്ന് പറയാൻ സാധിക്കാത്തത്. ഇവർ ആ സിറ്റുവേഷനെ കുറിച്ച് വല്ലാതെ ബോധേഡായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എപ്പോഴാണ് ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുക, ഒന്ന് തുറന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് എന്ന് ഉണ്ട് അവർക്ക്. പക്ഷെ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ള ഭയമാണ് അവരെ തടുക്കുന്നത്. ഓക്കെ. നിങ്ങൾ അവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമോ? അതായത് അവരുടെ സ്നേഹം ആ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുമോ?
അതോ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടാകുമോ? അതുകൊണ്ട് നിങ്ങൾ ഇവരോട് മിണ്ടാതാകുമോ? എന്നൊക്കെയുള്ള ഒരു ഭയം അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് കൺവേ ചെയ്യുകയും വേണം, എന്നാൽ പറഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളൊരു ഭയവും അവർക്കുണ്ട്. അവരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പ് പോയാലോ എന്നൊരു ഭയം ഉള്ളതായിട്ട് കാണുന്നു. 3 ഓഫ് വാൻഡ്സ് വെച്ച് വീണ്ടും ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വീണ്ടും അവിടെ കാണുന്നു കേട്ടോ. ഇതെല്ലാം കൊണ്ട് അവർ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും അവരോട് സ്നേഹം ഉണ്ട് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലവേഴ്സ് വരുമ്പോൾ നമുക്കതൊരു മ്യൂച്വൽ ലവായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അവർക്ക് മനസ്സുകൊണ്ട് അറിയാം നിങ്ങൾക്കും അവരോട് സ്നേഹമാണ്. പക്ഷെ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് അവർ ഭയക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇവരുടെ ചിന്തകളിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. മാനസികമായിട്ട് റെസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇന്നത്തെ ദിവസം അവരെ തന്നെ ഗ്രൂം ചെയ്യാനുള്ള സമയവും കണ്ടെത്തിയിരിക്കുന്നു. എന്താ പറയാ, ഒന്ന് സ്വയം എന്താ ഒരുങ്ങുക, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുക, ഗ്രൂമിങ്ങിന് പോവുക, ലൈക്ക് ഹെയർ കട്ടിന് പോവുക, ബ്യൂട്ടി പാർലറിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, ഒരു ഡ്രസ്സ് വാങ്ങിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്ന അവർ സ്വയം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. മെഡിറ്റേഷന് സമയം കണ്ടെത്തുക, എക്സസൈസിന് സമയം കണ്ടെത്തുക, യോഗ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ സ്വയം മെന്റലി ആൻഡ് ഫിസിക്കലി അവരെ കുറച്ച് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവർ സ്ട്രെസ്ഡ് ആണെന്ന് ഇവർക്ക് അറിയാം. അത് റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. Give me some more cards. Give me some more cards. ടെമ്പറൻസ് ഞാൻ പറഞ്ഞില്ലേ, മാനസികമായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പല രീതിയിലായിരിക്കാം. ഒന്നുകിൽ ഒരു മൂവി കാണുന്നുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അമ്പലത്തിലോ പള്ളിയിലോ പോയിരിക്കാം, പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻസ് അങ്ങനെയെല്ലാം ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. സ്വയം ഹീലിങ്ങിലേക്ക് കുറച്ച് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് അവരെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അവര് സ്വയം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ദേ വിൽ കം ടു എ ബാലൻസ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. 4 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ വീണ്ടും മിസ്സിങ് എനർജിയാണ്. എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. ഓക്കെ, മെസ്സേജോ കോളോ നിങ്ങൾക്ക് തരണമെന്നോ ചെയ്യണമെന്നോ ഇവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളിൽ നിന്നുള്ള മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ട് കേട്ടോ. അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ അവിടെ ഇവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നു. ഹെയറോഫൻറ്റ് വെച്ചിട്ട് അവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് അവർക്ക് വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ മേജറായിട്ട് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഇങ്ങനത്തെ പല ഡിഫറൻസസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഇവർ ബോധേഡായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇന്നത്തെ ദിവസം ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ചും അവർ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ അവർ ശ്രമിക്കുന്നതായിട്ട്, അമ്പലം പള്ളിയിൽ പോവുക, അങ്ങനെയൊക്കെ ഫാമിലി ആക്ടിവിറ്റീസിൽ ഇടപെടുന്നതായിട്ടും കാണുന്നതാണ്. എയറോഫന്റ് ഇസ് എ ഫാമിലി മെൻസ് കാർഡ് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരൂടി. ക്വീൻ ഓഫ് വാൻഡ്സ് നിങ്ങളെക്കുറിച്ച് വളരെ എന്താ പറയുക, റെസ്പെക്റ്റോടുകൂടി സ്നേഹത്തോടുകൂടി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് എന്നവർക്ക് ആലോചനയുണ്ട്. അപ്പം ആ കഴിവുകളെ ഇവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സംസാരം കേൾക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. പേജ് ഓഫ് കപ്സ് വെച്ച് വീണ്ടും മെസ്സേജ്, കോൾ, ഇൻ കോണ്ടാക്റ്റ് വരൽ, അതിനെ പറ്റിയൊക്കെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട്, നിങ്ങളിൽ നിന്നൊരു കോൾ വരുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഫൈനാൻസസിനെ കുറിച്ചും അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ജോലി ചെയ്യാതെ ചുമ്മാ ഇരിക്കുവല്ല, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പൈസ സമ്പാദിക്കുന്നതിനും അവര് അത്രയും തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവര് സെൽഫ് റിലയന്റ് ആയിട്ടൊരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു തീർന്നില്ല. ക്വീൻ ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ് വന്നത്. ഓക്കെ, സ്വന്തം സേവിങ്സ്, സ്വന്തം കരിയർ, സെൽഫ് റെസ്പെക്ട്, അതൊക്കെ വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത്. ഓക്കെ, അപ്പൊ അവര് അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് വോൺസ്, വീണ്ടും ഇന്ന് ഒരുപാട് പേർക്ക് കോളം മെസ്സേജ് 3 പേജിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇന്ന് പലർക്കും കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരും. 99% നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് കേട്ടോ. ഫോണിൽ കോൾ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് അവർ വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ലാസ്റ്റ് കാർഡാണേ. വളരെയധികം സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ജോലി ചെയ്യുകയാകട്ടെ, എന്താ പറയുക, മെഡിറ്റേഷൻ ചെയ്യുകയാകട്ടെ, പ്രാർത്ഥന ചെയ്യുകയാകട്ടെ, എന്ത് തന്നെ ആവട്ടെ, അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ തോട്ട്സ് അവരെക്കുറിച്ച് എന്താണെന്ന് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരാളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ വ്യൂവേഴ്സ് ആ വ്യക്തിയെ പറ്റി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സ് ഒരാളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ വ്യൂവേഴ്സ് ആ വ്യക്തിയെ പറ്റി ഈ സമയം എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു തരും. മൈ വ്യൂവേഴ്സ് തോട്ട്സ് അബൌട്ട് ദ സ്പെഷ്യൽ പേഴ്സൺ. മൈ വ്യൂവേഴ്സ് തോട്ട്സ് അബൌട്ട് ദ സ്പെഷ്യൽ പേഴ്സൺ. മൈ വ്യൂവേഴ്സ് കറന്റ് തോട്ട്സ് അബൌട്ട് ദ സ്പെഷ്യൽ പേഴ്സൺ. ഹാർമറ്റും ലവേഴ്സും കേട്ടോ. ത്രീ ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സ്വാർഡ്സ്, കിങ് ഓഫ് പെന്റക്കിൾസ്, ഓക്കെ, ജസ്റ്റിസ്, 10 ഓഫ് കപ്സ്, ശരി, ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്, 4 ഓഫ് പെന്റക്കിൾസ്, ശരി, 7 ഓഫ് പെന്റക്കിൾസ്, എംപ്രസ്. 3 കാർഡ് കൂടെ എടുക്കാം, നേരത്തെ എടുത്തതുപോലെ. 4 ഓഫ് കപ്സ്, വേൾഡ്, ലാസ്റ്റ് കാർഡ്, വീൽ ഓഫ് ഫോർച്യൂൺ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 10 ഓഫ് വാൻഡ്സ്. നിങ്ങൾ എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓവർ വർക്ക് ചെയ്തിട്ടുണ്ടോ, എന്തോ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു. മാനസികമായിട്ട് ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു കേട്ടോ. മിസ്സിങ് എനർജിയാണ്. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട് വളരെയധികം സ്നേഹത്തോടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ള ഒരു രീതിയിലൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. ഈ സമയം വളരെയധികം സ്നേഹത്തോടെ അവരെ പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 3 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസിലാണ്. കാരണം നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സിൽ തിരിച്ച് തന്നെയായിരുന്നു, ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് കണ്ടിരുന്നത് കേട്ടോ. പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ബോധമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റിയിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എക്സാക്ട്ലി എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. കിങ് ഓഫ് പെന്റക്കിൾസ് വെച്ചിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിലേക്കും കൂടി ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, കാരണം ഇപ്പുറത്തെ 10 ഓഫ് കപ്സ് ആണ്. ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങൾ ന്യായപ്രകാരം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ ഫാമിലിയോടുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കണം. നിങ്ങൾ ജോലിയിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ജോലിയിലും കരിയർ റിലേറ്റഡ് ആയിട്ട്, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടെല്ലാം പ്ലാൻ ചെയ്യുന്നതായിട്ടും, ന്യായപ്രകാരം ഫാമിലിക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട്
നിങ്ങൾ അവരെക്കുറിച്ച്, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെയധികം സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ, ഓവർവെൽമിങ് സ്നേഹത്തോടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഒരു വഴിക്ക് നടക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം തന്നെയാണ് ഉള്ളത്. പേജ് ഓഫ് ഫോൺസ് വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്, മെസ്സേജ് ഉണ്ടോ, കോൾ ഉണ്ടോ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, അവിടെ എന്താണ് നടക്കുന്നത്. ഇൻസ്റ്റഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, വേറെ ഏത് സോഷ്യൽ മീഡിയ ആവട്ടെ, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുന്നുണ്ട് തുടർച്ചയായിട്ട്. ഓൺലൈൻ സ്റ്റോക്കിംഗ് നടക്കുന്നുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞു കാണാൻ സാധ്യതയില്ല. ഓക്കെ, അതിനെക്കുറിച്ച് വല്ലാതെ വിമിഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അറിയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, മെസ്സേജ് അയച്ചാലോ പറഞ്ഞാലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു തടസ്സം നിങ്ങൾ ഫീൽ ചെയ്യുന്നു കേട്ടോ. അത് ന്യായമാകുമോ, അത് തെറ്റാണോ, അങ്ങനെ പറയുന്നത് തെറ്റാണോ? പക്ഷെ അതേസമയം നിങ്ങൾ പേഴ്സണെ പ്രതി പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഫീലിംഗ് മറച്ചു പിടിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. കാരണം അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും അവിടെ പ്രബലമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളും ഈ സമയം, ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. നിങ്ങൾ നിങ്ങളെ തന്നെ ബിസി ആക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ജോലിയിലേക്ക് കൂടുതൽ മുഴുകിയിട്ട് മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ പറ്റി നിങ്ങൾ ബോധേഡാണ്, അതിലേക്കും ശ്രദ്ധിക്കുന്നുണ്ട്. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതെ, നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ പേഴ്സൺ വളരെ കാണാൻ വളരെ നല്ലൊരു വ്യക്തിയായിരിക്കണം, വളരെ സ്വീറ്റായിട്ട് പെരുമാറുന്ന വ്യക്തിയായിരിക്കും, വളരെയധികം കെയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇവരെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ ആരും ഒന്നും ഇല്ല നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഇവരില്ലെങ്കിൽ വേറൊന്നും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ് വെച്ച് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ. ഇത് കാണുന്ന സമയത്ത് വേൾഡ് വെച്ച് ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു മിസ്സിങ് എനർജി വരുന്നത്. വർക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കണം, ലോങ് ഡിസ്റ്റൻസിൽ ആയിരിക്കുക. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് ഈ സമയം കടന്നു പോകും. ഈ സിറ്റുവേഷൻ ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വളരെയധികം ക്ഷീണം തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഫിസിക്കലി എക്സോസ്റ്റഡ് ആയിട്ട്, മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, കുറച്ച് കാർഡ്സ് ഇവിടെ എടുക്കാം. 9 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഏകദേശം നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ തോട്ട്സ് മിറർ ചെയ്യുന്നതായിട്ടാണ്. കാരണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണ് അവിടെ ചിന്തിക്കുന്നത്. ഉറക്കക്കുറവുള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഉറക്കം തീരെ കുറവായിട്ട്, ഓവർ തിങ്കിങ് കുറെ കൂടുതലായിട്ട് ഉള്ളതായിട്ടും കാണുന്നു. നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ 100% ഇമോഷണൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് കേട്ടോ. ഒരു കളിതമാശയായിട്ടൊന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ റിലേഷനെ എടുത്തിരിക്കുന്നതെന്ന് ചുരുക്കം. 9 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ കരിയർ, അതിനെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളും കേട്ടോ. നിങ്ങളും നിങ്ങളുടെ കാര്യം വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസിനെ മറന്നിട്ടൊന്നുമല്ല നിങ്ങളും ഇരിക്കുന്നത്. ഓക്കെ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ വേണ്ട സമയത്ത് നിങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സ്വയം ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയാണ്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. ആൾക്കാരെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, കാണാനും സംസാരത്തിലും എല്ലാം വളരെ എന്താ പറയുക, മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളും. ഓക്കെ, ഇവർക്കും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൺ അതേ ക്വാളിറ്റീസ് ഉള്ള ഒരാളായിട്ടാണ് നിങ്ങൾക്ക് തോന്നാറുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പരസ്പരം റെസ്പെക്റ്റ്, പരസ്പര സ്നേഹമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സ്ട്രെങ്ത്. കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും, തടസ്സങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും, സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും, കാര്യങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾ
ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. ഏസ് ഓഫ് വാണ്ട്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും തോട്ട്സ് ഒരുവിധം മിററിങ് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അവർക്കും അത് തന്നെയാണ് അവിടെ തോന്നുന്നത് കേട്ടോ. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം, സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ ഫൈനാൻഷ്യൽ കൈമാറ്റം നടക്കുന്നുണ്ടായിരിക്കും. അതായത് ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും രീതിയിൽ. ഓക്കെ. ജോലി സംബന്ധമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം നിങ്ങൾ എന്നും കാണുന്നുണ്ട്. ഓക്കെ. ഒരേ ഒരു കാർഡ്, ലാസ്റ്റ് കാർഡ്. ഓക്കെ. 5 ഓഫ് കപ്സ്, നിങ്ങളും അവരെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ലോങ് ഡിസ്റ്റൻസിലാണെന്ന് ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കണം മിസ്സിങ് എനർജി വളരെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സ് എന്താണോ നിങ്ങളുടെ പേഴ്സണും അതേ രീതിയിൽ തന്നെയാണ് ഏകദേശമൊക്കെ ചിന്തിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കൂ. ഓക്കെ. റെസ്റ്റ് കൊടുത്ത മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓവർ എക്സോഷൻ, ഓവർ വർക്ക് നല്ലതല്ല. അതുകൊണ്ട് അതിനും കൂടി, റെസ്റ്റിനും കൂടി സമയം കണ്ടെത്തുക കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാനസികമായിട്ടുള്ള എക്സോഷൻ ആണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവരും ആരോഗ്യവും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.